തിരുനാളാഘോഷിക്കുന്ന ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൺസാമയുടെ കബറിടത്തിലേക്ക് നിലയ്ക്കാത്ത ഭക്തജനപ്രവാഹം. തിങ്കളാഴ്ച നടന്ന ജപമാല മെഴുകുതിരി പ്രദക്ഷിണത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. രാപ്പകൽ ഭേദമില്ലാതെ വിശ്വാസസാഗരം വിശുദ്ധിയുടെ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചകളാണ് കാണുന്നത്. അൽഫോൺസാമയുടെ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥനയ്ക്കായി മണിക്കൂറുകൾ നീണ്ട നിര തന്നെ കാണാമായിരുന്നു. ഇടമുറിയാതെ 40 മണിക്കൂർ നീണ്ട പ്രാർത്ഥനായജ്ഞത്തിൽ പങ്കാളികളായതും ആയിരക്കണക്കിന് വിശ്വാസികളായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 5:30 വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച് തിരുക്കർമ്മങ്ങൾ സമാപിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് 6 നടന്ന ജപമാല മെഴുകുതിരി പ്രദക്ഷിണത്തോടെയായിരുന്നു. 40 മണിക്കൂർ നീണ്ട അഖണ്ഡ പ്രാർത്ഥനായജ്ഞത്തിൽ വിദേശികളടക്കം പങ്കെടുത്തു. രാത്രി ആരാധനയിലും നൂറുകണക്കിന് വിശ്വാസികൾ സംബന്ധിച്ചു. തിരുനാളിൻ്റെ 4ാം ദിവസമായ തിങ്കളാഴ്ച സീറോ മലങ്കര സഭ മൂവാറ്റുപുഴ ബിഷപ്പ് എബ്രഹാം മാർ യൂലിയോസ് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. ചൊവ്വാഴ്ച കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ടും 24-ന് സീറോ മലബാർ സഭ കൂരിയ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂരും തുടർന്നുള്ള ദിവസങ്ങളിൽ മാർ പോൾ ചിറ്റിലപ്പിള്ളി, മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, മാർ ജേക്കബ് മുരിക്കൻ, മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ, മാർ ജോസഫ് കല്ലറങ്ങാട്ട് എന്നിവരും കുർബാനകൾ അർപ്പിച്ച് തിരുനാൾ സന്ദേശങ്ങൾ നൽകും. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ വത്സലപുത്രന്റെ മണവാട്ടിയും ഞങ്ങളുടെ സഹോദരിയുമായ അൽഫോൻസാമയെ വിശുദ്ധിയിലേക്ക് ഉയർത്തി അങ്ങയുടെ കാരണത്തെ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവമേ, സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ സ്വജീവിതത്തെ സമർപ്പിച്ച വിശുദ്ധ അൽഫോൻസായെ അനുകരിച്ച് ഞങ്ങളുടെ ജീവിതത്തെയും പുണ്യപാതയിലൂടെ നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ യോഗ്യതയോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം.